പേര് ജസ്മ എന്നാണ്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് മാതാവ് തന്ന ഒരനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സാക്ഷ്യം തന്നിരിക്കുന്നതും അത്ഭുതം തന്നിരിക്കുന്നതും രോഗശാന്തിയിലൂടെയാണ്. എൻ്റെ കുഞ്ഞ് 2022 3 വയസ്സായ എൻ്റെ കുഞ്ഞിനിപ്പോൾ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് കുഞ്ഞ് ജനിക്കുന്നവരേക്കും ഞാൻ വയറിൽ തൈലം വെച്ച് കുരിശ് വരയ്ക്കുമായിരുന്നു. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തിരുന്നത്. എന്ത് വന്നു കഴിഞ്ഞാലും അമ്മ പറയും, മാസത്തിലൊന്ന് ഞാൻ ഈ കൃപാസനം പള്ളിയിൽ വരുമായിരുന്നു. പക്ഷെ അന്നൊന്നും ഞാൻ ഉടമ്പടിയിലേക്ക് വന്നിട്ടില്ലായിരുന്നു. എന്ത് വയ്യായിക വന്നാലും എൻ്റെ അമ്മ പറയാറ്, കുരിശ് വരയ്ക്ക്, മാതാവിനെ വിളിക്ക്, കൃപാസനത്തിൽ പോ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു തരാറ്. പ്രഗ്നൻസിയുടെ സമയമായപ്പോൾ സിസേറിയൻ ആണെന്ന് പറഞ്ഞു. പ്രഗ്നൻസി കഴിഞ്ഞു, സിസേറിയൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് എമർജൻസി ആയിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് അവർ റെഫർ ചെയ്തു. പറഞ്ഞു 3 ദിവസം ആണ് അവർ സമയം തന്നിരിക്കുന്നത്, എമർജൻസിയാണ്, കുഞ്ഞിനെ കിട്ടുമെന്ന് പോലും പ്രതീക്ഷയില്ല. ഒരമ്മയിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ ഉള്ള അവസ്ഥ ഒരു അമ്മയായിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കുഞ്ഞെൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്ക് തന്നെങ്കിൽ എനിക്ക് തിരിച്ചു തരണം. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ കുഞ്ഞിനെ ഇത്രയിലും ഞാൻ കിട്ടിയത്. അങ്ങനെ 3 ദിവസം എനിക്ക് സമയം തന്നു. 3-ാം ദിവസം എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും വണ്ടാനത്തും എൻ്റെ അനിയത്തിയും ഞാനും സാഗര ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത്. 3-ാം ദിവസം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, കുഞ്ഞിനൊരു കുഴപ്പവുമില്ല, കുഞ്ഞിപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കും കുഞ്ഞിനെ റിട്ടേൺ കൊണ്ടുവരും എന്നുള്ളത്. അതെനിക്കൊരു വലിയ അനുഗ്രഹമായി തോന്നി. അന്ന് ആ നിമിഷം തൊട്ട് എൻ്റെ മാതാവിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് രോഗശാന്തി ചെറുതും വലുതുമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നിരുന്നു. അത് കഴിഞ്ഞ് ജനുവരി 1-ാം തീയതി 6:30 ആയി കഴിഞ്ഞപ്പോൾ, ആ സമയത്ത് ഞാൻ 2025 ഈ ജനുവരിയിൽ തന്നെയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത സമയമായിരുന്നു. ഉടമ്പടി എടുത്ത കൂട്ടത്തിൽ ഞാൻ ഇവിടുന്ന് ഒരു ചെറിയ കാശുരൂപമായിട്ടാണ് വീട്ടിൽ പോയത്. അതിൻ്റെ 2 ദിവസം മുമ്പ് എന്തോ സംഭവിക്കുമെന്ന് എനിക്ക് സ്വപ്നം കാണുന്നുണ്ട്. ഞാൻ കുഞ്ഞിൻ്റെ കൂടെയാണ് എപ്പോഴും ഉണ്ടാവാറ്. അപ്പോൾ ഈ ചെറിയ കാശുരൂപം ഞാൻ കുഞ്ഞിൻ്റെ കഴുത്തിലിടാൻ തുടങ്ങി. അന്ന് വൈകിട്ട് ജനുവരി 1-ാം തീയതി കുഞ്ഞ് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോവുകയും ഞാൻ അവളെ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ കാലിൽ പാമ്പ് കടിക്കുകയും, പാമ്പ് കടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് കാലിൽ നിന്ന് വിടുന്നില്ല. കുഞ്ഞുള്ള ധൈര്യത്തിൽ മാതാവേ എന്നുള്ള ഒരു വിളി മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ ജില്ലാ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്നോട്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെക്കപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. വെളുപ്പിന് ഒരു 1 മണി വരേക്കും ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നു, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോളാൻ പറഞ്ഞു. ഒരു 1:30-2:30 മണിയൊക്കെ ആയപ്പോൾ പറഞ്ഞു, അത്യാവശ്യമാണ്, ആംബുലൻസ് വരും, ഇപ്പോൾ വണ്ടാനം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ മാതാവിനെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. തൈലമുണ്ട്, ഉപ്പുണ്ട്, തേനുണ്ട് അമ്മയുടെ കയ്യിൽ. ആംബുലൻസിൽ കിടന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മുഖവും മാതാവിൻ്റെ മുഖവും മാത്രമേ ഓർമ്മയുള്ളൂ. പാമ്പ് കടിച്ച ഭാഗത്ത് അമ്മ തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതുകൂടെ തേനമ്മ തരികയും ഉപ്പും വായി തന്നിട്ടുണ്ടായിരുന്നു. വണ്ടാനം കൊണ്ടായി പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞു. ഇതാണ് എനിക്ക് അടുത്തത് ലഭിച്ച സാക്ഷ്യം. ഇതിനപ്പുറം എനിക്ക് മെയ് 2-ാം തീയതി ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. എന്നിലൂടെ ഒത്തിരി പേര് ഈ കൃപാസനത്തിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. മെയ് 2-ാം തീയതി ചോറെടുത്ത്, തിളച്ച ചോറായിരുന്നു, കുഞ്ഞ് അത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ ഞാൻ ബെഡ്മ കൊണ്ടുപോയി കിടത്തി. അത് കഴിഞ്ഞ് ചോറെടുത്ത് വരാൻ നേരത്ത് കാല് സ്ലിപ്പായി, ചുമരിലേക്ക് ചോറിൻ്റെ കലവും ചോറും കൂടെ വീണ് ഓപ്പോസിറ്റ് വന്ന് തല തൊട്ട് കാല് വരേക്കും പൊള്ളി, മേല് മൊത്തം. ഈ മാസം 2-ാം തീയതിയാണ്. പെട്ടെന്നായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു 3 മാസമെങ്കിലും സമയമെടുക്കും, 2nd സ്റ്റേജാണ്, ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതാണ് ഫോട്ടോ, കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതുപോലെ എൻ്റെ തല തൊട്ട് താഴെ ഭാഗം ഫുള്ളായിട്ട് പൊള്ളിപ്പോയായിരുന്നു. ടോയ്ലറ്റിൽ പോയി ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിലാണ്. എൻ്റെ തല, ഫേസ്, നെക്ക്, ബാക്ക്, ബട്ടക്സിൻ്റെ സൈഡ്, ഫ്രണ്ട്, ആ മുഖമാണ് ഇത്. മാതാവിനോട് ഞാൻ ഒത്തിരി കരഞ്ഞു. പൊള്ളിയ പാടെ വേദന സഹിക്കാൻ വയ്യാതെ ബാത്റൂമിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞത്, മാതാവേ, വെള്ളം കോരി ഒഴിക്കുമ്പോഴും പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, മാതാവേ, നിൻ്റെ മുന്നിൽ ഞാൻ എപ്പോഴും വന്ന് നിൽക്കുന്നതാണ്, എനിക്കിതിന് ഒരു ഉത്തരം തരണം. എൻ്റെ മുഖത്ത് ചെറിയ പാട് തന്നാലും വലുതാക്കരുത്, കാരണം ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. 2-ാം ദിവസം ആയപ്പോഴത്തേക്കും എൻ്റെ കണ്ണിന്
ഫുള്ളായിട്ട് അടഞ്ഞു പോയി. കാഴ്ചയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് പൊള്ളി ആ സമയം തൊട്ട് എൻ്റെ അമ്മയുണ്ട്, എൻ്റെ കുഞ്ഞിവിടെയുണ്ട്. അമ്മ നേർച്ച വസ്തു ഉപയോഗിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ തൈലം ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അമ്മ ഒന്നരാടമായിട്ട് എൻ്റെ പൊള്ളിയ ഭാഗത്ത് ഇട്ട് തരും. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഡോക്ടർ വന്ന് വല്ല പഴുപ്പോ കാര്യങ്ങളോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പക്ഷെ അമ്മഴും പറഞ്ഞൊരു കാര്യം, കുഴപ്പമില്ല, കുരിശ് വരച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ 2-ാം ദിവസം ആയപ്പോൾ ഓർക്കണം, കണ്ണ് മൊത്തം അടഞ്ഞുപോയി, കൊമളയായി മൊത്തം. എനിക്ക് ഇരിക്കാൻ വയ്യ, എണീക്കാൻ വയ്യ. ഹസ്ബൻഡിനോട് കരച്ചിലും ദേഷ്യവും മാത്രമേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞു ഒരു 3 മാസമെങ്കിലും റിക്കവർ ആവാൻ വേണ്ടി സമയമെടുക്കും, അതുകൂടെ നമുക്ക് ലേസർ ചെയ്താലേ ഈ പാടെല്ലാം മാറുള്ളൂ എന്ന്. അങ്ങനെ 3-ാം ദിവസം കഴിഞ്ഞു. 2 ആഴ്ച കിടക്കണം എന്ന് പറഞ്ഞ് ഞാൻ കറക്റ്റ് 6-ാം ദിവസമായി. 7-ാം ദിവസം മെയ് 7-ാം തീയതി എന്നെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിൽ ചെന്ന് ഒരാളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരാൾ മാതാവ് മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാ മാസവും മാതാവിൻ്റെ മുമ്പിൽ വരണതാണ്. എന്നിട്ട് മാതാവ് എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു? എനിക്കൊരു ജോലി റെഡിയായിരുന്നു കോഴിക്കോട്, എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി റെഡിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് റിട്ടേൺ വരണ സമയത്താണ് ഈ സംഭവം നടന്നത്. ഞാൻ ഒത്തിരി കരഞ്ഞായിരുന്നു, ദേഷ്യവും വാശി. എനിക്ക് കുഞ്ഞിനെ പോലും എടുക്കാൻ വയ്യ. എൻ്റെ കുഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് മൊത്തം അടഞ്ഞു പോയപ്പോൾ എൻ്റെ അടുത്ത് വരാതെയായി. എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവർ ആവുന്നതിൻ്റെ 3 ദിവസം മുമ്പ് ഞാൻ അമ്മയുടെ അടുത്ത് ഇരുന്നപ്പോൾ പറഞ്ഞു, ഒരു മണം വരുന്നുണ്ട്, മുല്ലപ്പൂവിൻ്റെയാണോ എന്താണെന്നറിയത്തില്ല, 1 മിനിറ്റ് അങ്ങാൻ്റെ ആ മണം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അത് പോവുകയും ചെയ്തു. പക്ഷേ നഴ്സുമാർ വന്ന് ക്ലീൻ ചെയ്ത് ഈ മുറിവൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര വേദനയാണ്, യൂറിൻ വരേക്കും പോകും. ഒരവസ്ഥ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. മാതാവിനെ തന്നെ വിളിച്ചു, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. അന്നും രാത്രി കിടക്കുമ്പോൾ എന്തുകൊണ്ട് മാതാവേ നീ എനിക്കിത് തന്നു എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ചെന്ന് 3-ാം ദിവസമായി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി 3-ാം ദിവസമായപ്പോൾ എൻ്റെ കുഞ്ഞ് 2 ദിവസമായിട്ട് പറയുന്നു ഹസ്ബൻഡിനോട്, എൻ്റെ അടുത്ത് കിടക്കാൻ അവൾക്ക് പേടിയാണ്. ഹസ്ബൻഡിനോട് പറയുന്നു, മാതാവ് വന്നായിരുന്നു, ഈശോ വന്നായിരുന്നു, മമ്മിയുടെ ഉവ്വാവും എല്ലാം മാറ്റിക്കൊടുത്തു. 3 വയസ്സേ അവൾക്ക് പ്രായമുള്ളൂ. മാതാവ് ഈശോ എന്ന് മാത്രം പറയുന്നൊരു കൊച്ച് ഇത്രയും ഡീപ്പായിട്ട് ആ വോയിസ് എൻ്റെ കയ്യിലുണ്ട്. ഇത്രയും ക്ലിയർ ആയിട്ട് പറയാൻ ഒരു വഴിയില്ല. മാതാവ് വന്നു, ബീച്ചിൻ്റെ സൈഡിലാണ് വന്നത്, മമ്മിയുടെ ഉവ്വാവ് മാറ്റിക്കൊടുത്ത് പറന്ന് പോയി എന്ന് പറഞ്ഞു. അന്ന് ആ ദിവസം തൊട്ട് എനിക്ക് വേദന എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് പൊളിഞ്ഞു പോകുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പിന്നെ ഇത്രയൊക്കെ എനിക്ക് വന്നിരുന്നോ എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് 1 മാസം മറ്റന്നാൾ ജൂൺ 2-ാം തീയതിക്ക് വരണേ ഉള്ളൂ. പക്ഷേ 1 മാസം കൊണ്ട് എൻ്റെ മുഖം കാണണം, ഇങ്ങനെ ആവുമെന്ന് ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഞാൻ വിചാരിച്ചിട്ടില്ല. 2ാമത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ഇത് എന്തൊരു മിറാക്കിളാണ്. പക്ഷെ അന്ന് തൊട്ട് അവസാനം വരേക്കും കുരിശ് വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടയ്ക്കായിട്ടാണെങ്കിലും ഞാൻ നേർച്ച വസ്തു ഉപയോഗിച്ചിരുന്നു. മാതാവിൽ ഉറച്ച് ഞാൻ വിശ്വസിച്ചിരുന്നു എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത്. എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴും ടെൻഷനായിരുന്നു. കാരണം ഇനി എന്ത് ചെയ്യും, ഈ മുഖം വെച്ചേ എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അമ്മ എന്നെ കൈ പിടിച്ച് നടത്തി. ഇന്ന് ഈ നിമിഷം ഇത്രയും പാട് വന്നിട്ടും ഡോക്ടർ ചോദിച്ച ഒരു കാര്യമാണ്, ഇത് അത്ഭുതമാണല്ലോ, ഇങ്ങനെ ഒരിക്കലും മാറത്തില്ല, 3 മാസം കഴിഞ്ഞ് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ പോയപ്പോൾ പറയുകയാണ് ലേസറിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ മാറുമല്ലോ എന്നുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരേക്കും കുരിശ് വരയ്ക്കുന്നുണ്ട്. ഈ ഭാഗത്തെല്ലാം മുടി പോയി, ഐബ്രോസ് പോയി, കൺപീലി കൊഴിഞ്ഞു പോയി. പക്ഷേ ഇതൊക്കെ പോയപ്പോഴും വിഷമമുണ്ടെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കൊച്ചിനാണ് പറ്റിയിരുന്നെങ്കിൽ എനിക്ക് അവളെ എടുക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞത് കുഞ്ഞായിരുന്നെങ്കിൽ കിട്ടത്ത് പോലും ഇല്ലായിരുന്നു എന്ന്. പാമ്പ് കടിക്കേണ്ടതും കുഞ്ഞിനായിരുന്നു. അന്നും ഞാൻ ഉടമ്പടിയിലായിരുന്നു, നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിരുന്നു. കുഞ്ഞ് ജനിച്ച അന്ന് തൊട്ട് മിറാക്കിളാണ്. അവൾക്ക് മാതാവിനെ നന്നായിട്ട് അറിയാൻ പറ്റും. കുഞ്ഞിലൂടെയാണ് ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ തരുന്നത്, രോഗശാന്തിയാണ് ഏറ്റവും കൂടുതൽ തരുന്നത്. ഇത്രയും തന്ന മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ ഫേസ് മാത്രമല്ല എല്ലാ ഭാഗവും പൊള്ളിയിട്ടുണ്ടായിരുന്നു. യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എല്ലാ മാസം പള്ളി വരുമ്പോൾ ഞാൻ ആകെ പറയുന്ന വലിയൊരു കാര്യം, മാതാവേ അസുഖം തരരുത്, സാമ്പത്തിക പ്രശ്നം നമുക്ക് മാറ്റാം, വേറെ എന്ത് നമുക്ക് തരണം ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് ഒരു രോഗം വന്നു പോയാൽ നമ്മുടെ അടുത്ത് ആരും ഇല്ലെങ്കിലും നമുക്ക് ഒരു കുഞ്ഞുള്ള കാരണം നമുക്ക് അതുപോലെ നിൽക്കാനും പറ്റണം.
ഇത്രയും തന്ന മാതാവിന് ഈ ഒരു റിക്കവർ ചെയ്ത് എനിക്ക് ഇത് ഒരു വിശ്വാസമല്ല, മെഡിസിനിൽ ഒരിക്കലും ഇത്രയും വരില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്നെ ആ സമയത്ത് വീഡിയോ കോൾ ചെയ്ത് ഇൻഫെക്ഷൻ ആയത് കാരണം ആരും അടുപ്പിക്കില്ലായിരുന്നു. ആ സമയത്ത് എന്നെ കണ്ടവരെല്ലാവരും പറഞ്ഞിരുന്നത് കണ്ണ് പോകും. കണ്ണിൻ്റെ ഡോക്ടർ വന്ന് 3 ദിവസം 4 ദിവസമായിട്ട് എനിക്ക് മെഡിസിൻ തന്നിരുന്നു. കണ്ണ് കാഴ്ചയില്ലാത്ത അവസ്ഥ, വേദന, ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രശ്നം, ഇതൊക്കെ മാതാവ് എങ്ങനെ തരണം ചെയ്ത് ഇന്ന് ഈ നിമിഷം വരേക്കും എത്തിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു.